ഞാനും പെറ്റക്കൊരു പോത്തിന. ആ പോത്തിന് കാടി കൊടുത്ത് എൻ്റെ നടു ഒടിയും. രാത്രി മുഴുവനും തെണ്ടല്. അതും കഴിഞ്ഞ് നട്ടപ്പാതിരാക്ക് വന്ന് കെടുക്കുക. ഉച്ചക്ക് എണീക്കും. എന്നിട്ട് ആ കുന്ത്രാണ്ടത്തുമ്മലുള്ള തോണ്ടല. അല്ല ബലാലെ, എനിക്കൊരു എന്തെങ്കിലും പണിക്ക് പോകരുതോ? എനിക്കിപ്പോൾ എന്നോട് മിണ്ടാൻ തന്നെ സമയമില്ലാണ്ടായി. ഞാൻ വയസ്സെത്തിയായില്ലേ? എൻ്റെ ഉമ്മയാന്ന് പറയാൻ തന്നെ ഇപ്പം കുറവായി അല്ലേ? യെസ് മാം, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഒലക്ക. സോറി മാം, ഒലക്ക ഓൺലൈനിൽ കിട്ടൂല. ഓഫ്ലൈൻ മാർക്കറ്റിൽ വേണേൽ നമുക്കൊന്ന് തപ്പാം. ഒലക്കേൻ്റെ മൂട്. എത്ര കാലമായി എന്നോട് ഒരു പെണ്ണ് കെട്ടാൻ പറയുന്നത്. എനിക്കിനി ആളുകളെ എനിക്ക് വെച്ച് വിളമ്പാൻ. അത് കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. എൻ്റെ പൊന്നു മോനെ സമീറ, ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ബ്രോക്കർ ജമാലിൻ്റെ കൂടെ ഒന്ന് പോ. ഏത്? ആ ജമാലിൻ്റെ കൂടെയോ? അയാളെ കൂടെ ഞാൻ പോകുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ 10ാം ക്ലാസ് തോറ്റ പെൺകുട്ടികളെ തീർത്ത് കാണിക്കുന്നത്. മര്യാദയ്ക്ക് റീലിടാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്നിന് അയാൾ എന്നെ കാണിച്ചിക്കോ. നടക്കൂല. എന്തായാലും ഞാൻ ഇൻസ്റ്റയിലൊന്ന് തപ്പട്ടെ. ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കുട്ടികളുണ്ടാവും. ഇങ്ങല്ലായിനോ പറഞ്ഞ ഗ്രാമത്തിലെ പെൺകുട്ടികളൊന്നും എനിക്ക് പറ്റിയല്ലാന്ന്. ഓ ബ്ലഡി കൺട്രി മാം, ഗ്രാമമല്ല ഇൻസ്റ്റഗ്രാം. ഓൺലൈനിൽ കിട്ടുമോ നോക്കട്ടെ എന്നാ പറഞ്ഞത്. എൻ്റെ പടച്ചോനെ, ഓൺലൈനിൽ ഇപ്പോൾ പെണ്ണുങ്ങളെയൊക്കെ കിട്ടാൻ തുടങ്ങിയോ? അല്ല മോനെ, ഈ ഓൺലൈനിൽ കിട്ടുന്ന പെണ്ണുങ്ങളൊക്കെ പുരയിൽ വന്നാൽ പണിയെടുക്കുവോ? അതിന് ഞാൻ പണിയെടുക്കാനാ അങ്ങനെ പെണ്ണ് കിട്ടുന്നത്? ഇനി പിന്നെ എന്ത് പിലാത്തിക്കാ പെണ്ണ് കിട്ടുന്നത്? ഇത് വെറും ഒരു പോത്തിനെ മടക്കി ആയിപ്പോയല്ലോ പഠിച്ചോനെ. എന്നാ മോന്തിക്കോ, എന്നിട്ട് അതിൽ തോണ്ടിക്കോ. മെല്ലെ ഓട് വലാലേ, കാടി കാണാത്ത പോത്ത് കാടി കണ്ട പോലെ. കഞ്ഞിയാണോ? അല്ല കുഴിമന്തി മാണേ കുടിച്ചിട്ട് പോട് അങ്ങായി. അല്ല, ഇതിന് തൊട്ട് കൂട്ടാനൊന്നും ഇല്ലേ? തൊട്ട് കൂട്ടാനല്ലേ എൻ്റെ അടുത്ത് ഫോണ്. അതിൽ തൊട്ട് കൂട്ടിയിട്ട് അങ്ങ് കുടിച്ചോ. എനിക്കിത് വേണ്ട, ഞാൻ ഹോട്ടലിൽ അങ്ങനെ പോയി കുടിച്ചോളാം. അതിനാ എന്നോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള വെച്ച് വിളമ്പി തരാൻ വേണ്ടി ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരെ. ആ ബ്രോക്കർ ജമാലിനെ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് വിളിച്ചു നോക്കണോനാ. ഉമ്മ അവിടെ പോയി. ഉമ്മാക്ക് കഞ്ഞി വേണ്ടായിരിക്കും. ഉമ്മ ഓ ഇങ്ങണീച്ചമ്മ, കഞ്ഞി കുടിക്കാലോ. ആ ഞാൻ വരാം മോളെ, ഇനി കിടന്ന് തൊള്ള പൊളിക്കണ്ട. എന്തിനാന്ന് ഇവിടെ ബഹളോ? എന്തിനാന്ന് ഇങ്ങനെ ചെറിയോൻ്റെ മേലെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചാടി കയറുന്നത്? ഓന് ഇഷ്ടമുള്ള വെച്ച് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി പറയുന്ന എത്ര കാലമായി ഞാൻ. ഇപ്പം ഇങ്ങോൻ്റെ ഷഡ്ഡി തിരുമ്പിയാൽ മതി. ഓനൊരുത്തീനെ കെട്ടിക്കൊണ്ടുവന്നാൽ ഓളയും കൂടി ഇങ്ങ് തിരുമ്പി കൊടുക്കേണ്ടി വരും. ഓടി ചെക്കാടുന്ന് എന്നെപ്പോലത്തെ 10 എണ്ണത്തിന് ഞാൻ പെറ്റിക്ക്. അതിലെൻ്റെ വാപ്പ മജീദ് മാത്രമാണ് തല തിരിഞ്ഞ് പോയിക്കൊള്ളൂ. ഓൻ്റെ എല്ലാ കുരുത്തക്കേടും എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. മോളെ ജമീല, ഈ ബലാലിനെ കൊണ്ട് കെട്ടിക്കുന്നതിനെക്കാട്ടും ഓൻ്റെ വാപ്പ മജീദിനെ കൊണ്ടൊന്നും കൂടെ കെട്ടിക്കുന്നതാണ്. ഓനാന്ന് നിങ്ങളെ 2 ഉസിരോടെ നോക്കൂ. ഓൻ്റെ വാപ്പ അംസക്ക 3 കെട്ടിയിട്ട് ഞാക്കെന്താ കുഴപ്പമോ? ഞങ്ങൾ 3 32 പെറ്റിക്ക്. ആ പാരമ്പര്യമൊന്നും ഇവനും കിട്ടിയിക്കില്ല, ഇവൻ്റെ വാപ്പ മജീദ് എന്ന മൊയന്തിനും കിട്ടിയിക്കില്ല. അതുകൊണ്ട് ഇനി ഈ ബോളനെ പെണ്ണ് കെട്ടിക്കാൻ നിൽക്കണ്ട. മോളെ ജമീല, ഇനി ഇച്ചിരി ഉപ്പിട്. മാമ, ഉപ്പാപ്പ 3 കെട്ടിയിട്ട് നിങ്ങൾ 3 ഒരു പുരയിലേനോ? പിന്നല്ലാണ്ട് ആദ്യം എന്നെ കെട്ടി. അതിൽ ഇബ്രാഹിനെയും സൂപ്പീനെയും പെറ്റ് കഴിഞ്ഞപ്പോഴാണ് മങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞനെ പിരികേറ്റണ്ട. ഞാൻ പറയുന്ന വെറുതെ ആണോ? എൻ്റെ അംസക്കാൻ്റെ ഒരു ഗുണവും ഞാൻ പറ്റ 10 എണ്ണത്തിനും കിട്ടിയിക്കില്ല. അങ്ങനെയാന്ന് എങ്ങി ഈ കടിഞ്ഞു പെട്ടെന്നെയും കൊണ്ട് നടക്കേണ്ടി വരികേനോ? നിങ്ങൾ മറ്റേ കഥ പറ. നമ്മളെവിടെയും പറഞ്ഞ് 3 കെട്ടിയിട്ട് ഒരു പുരയില് വളരെ സന്തോഷത്തോടെ ഒരു പുരയെ തന്നെയായിരുന്നു. അന്നേരം ഉപ്പാപ്പ ആദ്യം കെട്ടിയ ഉമ്മാമാനല്ലേ? ആദ്യം എന്നെയാ കെട്ടി. ഇബ്രാഹിനെയും സൂപ്പീനെയും പെറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗം അങ്ങ് തളർന്നുപോയി. അങ്ങനെ എന്നെ നോക്കാനാണ് മറിയത്തിനെ കെട്ടി. മറിയം 4ാമത്തെ പെറ്റ് നാപ്പോളി കഴിഞ്ഞ്
അപ്പോൾ കഴിഞ്ഞ് തോട്ടിൽ തിരുമ്പാൻ പോയതാ. ആടുന്ന് ബൈക്കലിച്ച് വീണ് കാല് പൊട്ടി. അങ്ങനെ ഓളെ നോക്കാനാണ് അയച്ചാനെ കെട്ടിയത്. അംസക്ക് അയച്ചാനെ കെട്ടുമ്പോഴേക്കും ഞാൻ 8 മറിയ 4 പെറ്റിക്ക്. അയച്ച 2ാമത്തെ പെറ്റ് പേറും കഴിഞ്ഞ് കെടുക്കുമ്പോഴാണ് അംസക്കാക്കൊരു പൂതി. നാളെ 3 ആളെ നോക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് കെട്ടണമെന്ന്. അത് മനസ്സിലാക്കിയ ഞാള് 3 ആൾ ഒറ്റക്കെട്ടായി അതങ്ങ് എതിർത്ത്. അതെന്തിനാ ഞങ്ങൾ എതിർത്തത്? ഫസ്റ്റ് ഇനി ഒരുത്തീനെയും കൂടിയും കെട്ടിക്കൊണ്ടുവന്നിട്ട് ഓളെ പേറും കൂടി ഞാള് നോക്കേണ്ടി വരും. എന്തിനാ നിങ്ങൾ നോക്കുന്നത്? പെറാനാകുമ്പോൾ ഓല പുരയിലേക്ക് അങ്ങ് പോവുകയല്ലേ? ഫസ്റ്റ് എൻ്റെ ഉപ്പാപ്പ വലിയ അണ്ടിക്കച്ചവടക്കാരനായിരുന്നു. അന്ന് മൂപ്പര് കച്ചവടത്തിന് പോകുന്നത് അങ്ങ് കാസർഗോഡും കണ്ണൂരൊക്കെ ആയിരുന്നു. അങ്ങനെ മൂപ്പര് അണ്ടിക്കച്ചവടം കണ്ട് ഇഷ്ടപ്പെട്ടാണ് 2ാമത്തോള് മറിയത്തിനെ കെട്ടിയത്. ഓക്ക് ആദ്യത്തെ കെറുപ്പോൾ 8 മാസം ആയരാണ് അടിയന്തരാവസ്ഥ കാലം വന്നത്. അന്നേരം നമ്മളെ കരുണാകരൻ മന്ത്രിസഭയിലിരിക്കുന്ന കാലമായിരുന്നു. നമ്മളെ കായണ പോലീസ് സ്റ്റേഷൻ ആരല്ലോ തകർത്തുന്നോ. അതിന് രാജൻ എന്നൊരു ചെറിയോനെ കക്കയത്ത് കൊണ്ടുവന്ന് പോലീസുകാരെല്ലാവരും കൂടി അതിനെ ഉരുട്ടിന്നോ. അങ്ങനെ ആ ചെറിയോ മരിച്ചു പോയി. ആടാകെ കുലുമാല്. അന്നേരാണ് നമ്മളെ മറിയത്തിനെ പെറാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എങ്ങനെ പോകാനാ? അങ്ങ് കാസർഗോഡ് എത്തണ്ടേ. അവസാനം ആ പേറ് ഞാനും നമ്മളാ ശങ്കരേട്ടൻ്റെ കല്യാണി അമ്മയും കൂടി അങ്ങ് എടുത്ത്. പിന്നെ എല്ലാ പേറും ഞാൾ മാറി അങ്ങ് എടുത്ത്. അന്നേരം നിങ്ങളെ 3ാമത്തെ കെട്ടിയോളോ? ഇനി എണീച്ച് പോടിഞ്ഞാർന്ന്. എൻ്റെ കാല് തേർത്തിട്ട് കൊണ്ടുപോക്കില്ല. ഞാൻ ശേഷം പോയി കിടക്കട്ടെ. അല്ലോ എമീല, ഞാൻ ബ്രോക്കറെ ജമാലിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ചെറിയോനൊരു പെണ്ണടിച്ചു കൊടുക്ക്. മോനെ സമീറ, ഞാൻ ബ്രോക്കർ ജമാൽ ഖാനൊന്ന് വിളിച്ചുണ്ടാ. ഹലോ, ജമാൽക്കല്ലേ? ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിനല്ലോ, സമീറിൻ്റെ കാര്യം. അതെന്തായിക്ക്? ആ ആ ആ ആ ആയിക്കോട്ടെ എന്നാൽ ഓക്കെ. അയാളിപ്പം ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞേക്ക്. നടുവണ്ണൂര് നല്ലൊരു പെൺകുട്ടി ഉണ്ടോലെ. ഇതെങ്കിലും ഒന്ന് റെഡിയായാ മതി. എൻ്റെ സ്റ്റാറ്റസിനെ പറ്റിയതാണെങ്കിലേ ഞാൻ കെട്ടുള്ളൂ. എന്തെന്നാടങ്ങി പറഞ്ഞത്? അനക്ക് പറ്റിയ സ്റ്റാറ്റസോ? എന്തെന്നാ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ്? 24 മണിക്കൂർ തോണ്ടി കളിക്കുന്നതോ? എൻ്റെ ബാപ്പ ഗൾഫ് കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത്? ഓൻ്റെ ഒരു സ്റ്റാറ്റസ്. ഇനി അധികം വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഇന്നെ കൊണ്ട് കെട്ടിക്കുന്നതിന് പകരം എൻ്റെ വാപ്പാനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. 4 കെട്ടിയ വാപ്പാൻ്റെ മോനാണ് എൻ്റെ വാപ്പ. ഇനി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഓൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ സമീറേ, ഒരൊച്ചപ്പാടും ബഹളമല്ലോ? ജമാൽക്കോ? എന്തല്ല അത് ഉമ്മല്ലേ പാപ്പച്ചീനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുന്ന കാര്യം പറഞ്ഞേ. നല്ല കഥ. കുഞ്ഞുമ്മാനെ ഇപ്പം ചെറുപ്പക്കാർക്ക് എന്നെ പെണ്ണ് കിട്ടാനില്ല, പിന്നെ അല്ലേ വാപ്പാനെ പെണ്ണ് കെട്ടിക്കുന്നേ. അല്ല ജമാൽക്ക, ഉമ്മ പറയുന്നത് എന്താണെന്നറിയോ? മറ്റേ ഉപ്പാൻ്റെ വാപ്പാൻ്റെ തലമുറയില്ലേ, അങ്ങ് 4 കെട്ടിക്കുന്ന. പറയാൻ പറ്റിയല്ല അങ്ങ് ഗൾഫിൽ കെട്ടിയിട്ടുണ്ടോന്ന്. എന്തെന്നാടങ്ങി പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവൻ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നില്ല. നമുക്കൊരു കാര്യം കേൾക്കണോ? 17ാമത്തെ വയസ്സിൽ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് നിങ്ങളെ പേടിച്ചിട്ടേക്കും. വെറുതെ അല്ല മൂപ്പരെ 4 കൊല്ലമായിട്ട് നാട്ടിൽ വരാത്തത്. മതി. പാപ്പാക്കല്ലാതെ പെണ്ണ് നോക്കുന്നത് മോനല്ലേ. അതുകൊണ്ട് നിങ്ങൾ കച്ചറ കൂടണ്ട. നടുവണ്ണൂർ ഒരു നല്ല കുട്ടിയുണ്ട്. അതായത് ഒരു ബാപ്പ ഇല്ലാത്തൊരു മോളാ, എത്തിയ മോളാ, നല്ല ഇമാനുള്ള മോളാ.
ഒരു പെണ്ണും ഇളയ 2 ആൺകുട്ടികൾ നഴ്സിങ്ങിന് പഠിക്കുക. 3 മാസം. ഈ 3 മാസം കൂടിയും കഴിഞ്ഞാൽ കുട്ടീൻ്റെ പഠിത്തവും കഴിയും. നല്ല ഈമാനുള്ള കുടുംബമാണ്. നമുക്കതൊന്ന് ആലോചിക്കും. ഞങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. നോക്ക്, ഫോട്ടോ നോക്ക്. ആ ഇതിൽ കുറേ പെൺകുട്ടികളുണ്ടല്ലോ. അത് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കണ്ട കുഞ്ഞിമോനെ. അതൊക്കെ ഹൈ ടീമാ. എനിക്ക് കൂട്ടിയാൽ കൂടിയല്ല. അതെന്താ ഓർക്കെല്ലാം മാണ്ടിയതുണ്ടല്ലോ. ബാപ്പ അങ്ങ് ഗൾഫിൽ നിന്ന് പണിയെടുത്ത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് തിന്ന് തെക്കും വടക്കും നടക്കുന്ന ചെക്കന്മാരല്ല. ഓൾക്ക് മാണ്ടിയത് അങ്ങ് യൂറോപ്പിലും അമേരിക്കയിലും നല്ല ബിസിനസ്സും നല്ല ജോലിയുള്ള പിയാപ്പിളമാരെയാണ്. ഞാൻ ഈ കാണിച്ചു തന്ന കുട്ടി നല്ല അസല് കുട്ടിയാണ്. നല്ല ദീനീ ബോധമുണ്ട്. ഇതിന് കളറ് കുറവാണല്ലോ. അങ്ങാടിയിൽ കളർ മുക്കുന്ന പീടിയുണ്ട്. മക്കാടെ കൊണ്ടുപോയിട്ട് കളർ മുക്കാം. നിങ്ങൾ അതങ്ങ് സെറ്റാക്കിക്ക. അല്ല പിന്നെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസാ. അല്ല യൂട്യൂബിൽ ഇവിടെ ഐഡിയ എന്നാ? അതല്ല ഇനി നേരിട്ട് ചോദിച്ചോ. ഇനി കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല മൊഞ്ചനായിട്ട് 3 മണിക്ക് വൈകുന്നേരം 3 മണിയാകുമ്പോൾ നമുക്ക് മുക്കിലേക്ക് വാ. ഞാൻ ആടെ ഉണ്ടാവും. നമുക്കൊന്ന് പോയി കാണാം. ഞാൻ ഇറങ്ങുക. നമ്മളെ പൊട്ടൻ അഷ്റഫിന് ഒരു പെണ്ണ് കാണിക്കാനുണ്ട്. അപ്പോൾ ഓനെ ആ കുട്ടീനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളെപ്പോലെയല്ല ഈ കുട്ടി 2-3 മാസം കഴിഞ്ഞാൽ ജോലി കയറി. ഇവനെപ്പോലെ അല്ല. 30,000 ഉറുപ്പ്യ 40,000 ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്ന ചെറിയ കുട്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. അതെന്താ ജമാൽക്ക, ഞങ്ങളെ കുടുംബം ഇത്ര മോശമാണോ? ഞാൻ പറഞ്ഞത് നിങ്ങളെ കുടുംബം മോശമെന്നല്ല. ഇപ്പോൾ പെൺകുട്ടിയൊക്കെ പഴയ കാലമൊന്നുമല്ല, പഴയ പോലെയൊന്നുമല്ല. ഭയങ്കര ഡിമാൻഡാണ്. അതാ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. ഈ കല്യാണം അഥവാ നടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,00,000 ഉറുപ്പ്യ എനിക്ക് കമ്മീഷൻ തരണം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എൻ്റെ റബ്ബേ, 1,00,000 ഉറുപ്പ്യ? സാരമില്ലുമ്മ. ഓളെ കൊണ്ട് 2-3 പ്രാവശ്യം ജോലിക്ക് അങ്ങ് പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, ആ പൈസ നമുക്ക് ഇങ്ങ് മുതലാക്കാം. അല്ല മോനെ, ഓക്ക് ജോലി കിട്ടിയില്ലേ? നമ്മളെ 1,00,000 അങ്ങ് പോകുകയല്ലേ? അതിൻ്റെ നിങ്ങൾക്ക് എന്താ ഒരു സംശയം? ജോലി കിട്ടുമെന്ന്? ജോലി ഉറപ്പാ. അഥവാ ജോലി കിട്ടിയിട്ടില്ലേലും ഞങ്ങൾ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്ത് പൈസ ഉണ്ടാക്കും. ഓള് നൈസല്ലേ. ഈ ഡോക്ടർമാർ പരിശോധിക്കുന്നൊരു കുഴലില്ലേ, ആ കുഴൽ ഒന്ന് സംഘടിപ്പിച്ചിട്ട് അത് ഓളെ ഡോക്ടറാക്കിയിട്ട് വീഡിയോ ചെയ്യാം. നമുക്ക് കുറേയൊക്കെ അറിയാലോ. അങ്ങനെ ഞങ്ങൾ പൈസ ഉണ്ടാക്കും. അല്ല ജമാൽക്ക, നമുക്കൊരു ഡോക്ടറെ കിട്ടാൻ എന്തേ വയ്യുണ്ടോ കല്യാണം കഴിക്കാൻ? ഇത് തന്നെ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞിട്ടാണ് ഒപ്പിച്ച്. ഇനി എന്തൊരു കാര്യം ചെയ്യും, 3 മണിക്ക് മുക്കിലേക്ക് വാ. പിന്നെ എൻ്റെ 1,00,000 ഉറുപ്പ്യയുടെ കാര്യം മറക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഓല് വന്നിട്ട് എന്നെ പഞ്ഞിക്കിടും. എന്നാലും കോയമ്പ് വാങ്ങാനുള്ള പൈസയാണ് ഇത് തന്നെ തികയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എന്തായാലും അങ്ങ് 3 മണിക്ക് അങ്ങോട്ട് വാ. എന്നാൽ 1,00,000 ഉറുപ്പ്യ ഒരു പെൺകുട്ടീനെ കെട്ടിക്കാനല്ല 1,00,000 ഉറുപ്പ്യ. ഒരു ആൺകുട്ടി കെട്ടുന്നതിനാണ് ഇങ്ങനെ കമ്മീഷൻ വാങ്ങുന്നത്. ഈ 1,00,000 ഉറുപ്പ്യ കൊടുത്ത് വാങ്ങുന്ന സാധനം എൻ്റെ നടുവ നൂൽക്കി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോയമ്പിട്ട് തരാൻ വേണ്ടി വാങ്ങുമോ 1,00,000 ഉറുപ്പ്യ? അല്ല കമ്മീഷൻ. അല്ലമ്മ, ഓളെ ആയുർവേദ ഡോക്ടറല്ല, അലോപ്പതിയാ. നിങ്ങളെ ഊരക്ക് കോയമ്പ് ഞാൻ ഇട്ട് തരാം. എന്നാലും മോനെ 1,00,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാല് നമുക്കൊരു കാര്യം ചെയ്യാം. ഓളെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഓളെ സ്വർണ്ണം എടുത്ത് നമുക്ക് വിൽക്കാം. പിന്നെ ഓള് ഭാര്യക്കോരി കൊണ്ടുവരല്ലേ. പെണ്ണ് കിട്ടുന്ന തന്നെ ഭാഗ്യാന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ബാപ്പ ഇല്ലാത്തൊരു കുട്ടിയാ. 1,00,000 ഉറുപ്പ്യ കമ്മീഷൻ കൊടുക്കാണ്ടിരിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്തെന്നാ? അത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി ഓളെ കാണാൻ പോകുകയല്ലേ, അന്നേരം ഇനി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഓളയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഓളയും കൂട്ടി ആരും കാണാത്തടുത്ത് പോയിട്ട് നിൽക്കണം. അതല്ല മോശമല്ലേ? ഇവിടെ പൊട്ടാ, ഇനി ഓളയും കൂട്ടി ആത്തേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്. മിറ്റത്തോ മരത്തിൻ്റെ ചോട്ടിൽ, ഇനി സിനിമയിലൊക്കെ കാണുന്നില്ലേ മരത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുന്നേ, അതുപോലെ ഓളയും കൂട്ടി പോയി നിന്നിട്ട് ഓളെ മനസ്സ് കീഴടക്കണം. സംസാരിച്ചിട്ട് ഓളെ മനസ്സ് കീഴടക്കണം. അതല്ല നടക്കുവോ? ഓ, എൻ്റെ വോപ്പ് മജീദ് തന്നെയല്ലേ? എനിക്കൊരു സംശയമുണ്ട്. വോപ്പോൻ്റെ ഒരു സ്വഭാവം കിട്ടാത്തൊരു പൊട്ടനായിപ്പോയല്ലേ ഇനി. അല്ല ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടിയേ?
അതാ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത്, ഇന്നോളെ പ്രേമിക്കണം. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ചാ പോരെ? കല്യാണം കഴിഞ്ഞിട്ട് ഇനി പ്രേമിച്ചിട്ട് വാപ്പ കൊടുക്കും 1,00,000 ഉറുപ്പ്യ. നിങ്ങളാണ് ഉമ്മ മക്കളെ പ്രേമിപ്പിക്കാൻ പഠിക്കുന്നു ഉമ്മ. ഇതെന്തൊരു ബുദ്ധിയായി തലയില്. ഇനി നോളെ കാണാൻ പോകുമ്പോൾ ഓളെ ഫോൺ നമ്പർ വാങ്ങണം. എന്നിട്ട് ഇന്നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് ഓൾ ഫോൺ നമ്പർ തരുള്ളൂ. അല്ലെങ്കിൽ ഇത്ര ഗ്ലാമറുള്ള എന്നാരും ഇഷ്ടപ്പെടാണ്ടിരിക്കുക. അയ്യടാ ഓൻ്റെ ഒരു ഗ്ലാമർ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക്. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓളെ വാട്സപ്പ് വഴി ഇനി ഓളും കൂടി കൂടുതൽ അടുക്കണം. അങ്ങനെ അടുത്തടുത്തടുത്ത് ഞാൻ ഇപ്പം കുളിരുന്നത് കുളിരാനാമോ ഞാൻ പറയൂ. ഓനിപ്പം കുളിരുന്ന് നിങ്ങൾ തമ്മിൽ പ്രേമത്തിൻ്റെ മുറാതിലെത്തും. പിന്നെ ഓക്ക് ഇന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അങ്ങനെയല്ല നടക്കുവോ? നടക്കുമോന്നോ? ഇനി എന്നെ നോക്ക്, എൻ്റെ വാപ്പ എന്നെ ചാടിച്ചതാ. പിന്നെയല്ലേ മനസ്സിലാകുന്നത് ചാടിയത് ചാണോ കുയിലാണെന്ന്. ചന്ദനക്കാട്ടിലെ സുലൈമാൻ്റെ മോന് ഷാജഹാനില്ലേ, ഓൻ എൻ്റെ വയ്യാലെത്രയോ നടന്നിക്ക്. അന്നത്തെ കാലത്ത് ആ നാട്ടിൽ ബുള്ളറ്റ് ഉള്ളത് ഓന് മാത്രമായിരുന്നു. എൻ്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ. ഉമ്മ നിങ്ങൾ അത് വിട്, ഇത് പറ. ഒരു നിമിഷം, ഞാൻ ആ പഴയ ഓർമ്മകളിലൂടെ ഒക്കെ ഒന്ന് പോയതാ മോനെ. ഓക്കെ, കം ടു ദ പോയിന്റ്. നമ്മൾ എവിടെയായാലും പറഞ്ഞു നിർത്തിയേ. അങ്ങനെ ഓള് പ്രേമത്തിൻ്റെ മുറാതിലെത്തും, ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ആടെ നമ്മൾ പറഞ്ഞു നിർത്തിയേ. കള്ള എല്ലാം മനസ്സിലാക്കിയില്ലേ? അങ്ങനെ ഇങ്ങോളെ വിളിച്ചിറക്കി കൊണ്ടുവരണം. അന്നേരം നിക്കാഹ് കഴിക്കണ്ടേ? അതിനും വൈകുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വാപ്പയില്ലാത്ത കുട്ടിയാണ്, ആങ്ങളമാർ 2 ചെറുതും. അപ്പം നിക്കാഹ് ചെയ്ത് തരേണ്ടത് ആരാണ്? പള്ളിയിലെ ഖത്തീബ്. ഇനി എന്ത് ചെയ്യണോ? പള്ളിയിലെ ഖത്തീബിനോട് പോയി പറയുക. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇന്ന ആളുടെ മകനാണ്, എനിക്കൊരു യത്തീം കുട്ടിയെ കല്യാണം കഴിക്കണം. നിങ്ങളുടെ മഹലിലെ ഇന്ന ആളുടെ മകളെ എനിക്കിഷ്ടമാണ്. തികച്ചും ഇസ്ലാമികപരമായി ആർഭാടങ്ങളില്ലാതെയാണ് വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇനി അവിടെ പറഞ്ഞാൽ ഖത്തീബാടെ വിൽക്കും. പിന്നെ ഖത്തീബായിക്കോളും ബ്രോക്കർ. ഓ എൻ്റെ ഉമ്മ നിങ്ങളൊരു സംഭവം തന്നെയാണ്. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, അന്നേരം ഓൾക്ക് നല്ലോണം കല്യാണം നടത്താൻ ആഗ്രഹം ഉണ്ടാകില്ലേ വലിയ ആർഭാടത്തിൽ? എടാ പൊട്ട, ഇന്നത്തെ കാലം ഒരു പെണ്ണിനെ ഇറക്കി വിടാൻ എത്രയാ ചെലവ്? അഥവാ ഓല് കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചെന്ന് വിചാരിക്കും, നമ്മളും അതുപോലെ തന്നെ നടത്തണ്ടേ? അപ്പം ഈ നാട്ടുകാർക്ക് തീർത്ത് ബിരിയാണി കൊടുക്കേണ്ടി വരികയല്ലേ? ബിരിയാണി പള്ള നിറച്ച് തിന്നതിന് ശേഷം ഓല കുറ്റം പറച്ചിലും കേൾക്കേണ്ടി വരും. പിന്നെ എൻ്റെ ബാപ്പ ഗൾഫിൽ നിന്ന് വരണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, വിമാനത്തിൻ്റെ ടിക്കറ്റ്, കല്യാണ പന്തൽ, കത്തടിക്കണം, പിന്നെ ഡ്രസ്സ്, കല്യാണം വിളിക്കാൻ പോകുമ്പം വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്, ഇതൊക്കെ ചിലവല്ലേ? ഓ നിങ്ങൾ അപാരം തന്നെ ഉമ്മ. എന്നാലും നമ്മളെ ലാഭം എത്രയാ? 4,00,000 ഉറുപ്പ്യ. എന്നാലോ നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചെന്ന് വിചാരിക്കും, ഓല് വന്ന് പള്ളറച്ച് ബിരിയാണി തിന്നിട്ട് പറയും ആൺകുട്ടീൻ്റെ കല്യാണമല്ലേ എന്ത് കൊടുക്കാനാന്ന് പറയൂ. എന്നാലും ഈ ബലാലേക്ക് അറിഞ്ഞൂടെ ഒരു 5 പവൻ്റെ മഹർ ബാണല് ഉറുപ്പ്യ 2,50,000 ഉറുപ്പ്യമാണോന്ന്? ഇതേ ചിലവ് ഓൽക്കുണ്ടാവും. അതുകൊണ്ട് ഓല് ഒരു ആർഭാടത്തിനൊന്നും നിൽക്കുകയില്ല. അന്നേരം നാട്ടുകാർ പറയല്ലേ ബിരിയാണി പള്ള നിറച്ച് തിന്നുകയും ചെയ്തിട്ട് കോഴി ബിരിയാണിയിൽ ആട്ടിറച്ചി കുറവാന്നും പറഞ്ഞ് കുറ്റം പറയുന്ന നാട്ടുകാർ പോയി പണി നോക്കാൻ പറയടോ. അപ്പോൾ കല്യാണ ബ്രോക്കറോ? നിക്കാഹ് കഴിഞ്ഞിട്ട് അയാൾ ഈ വിവരം അറിയാവൂ, പിന്നെ ഓനിങ്ങ് പോന്നോട്ടെ, ഞാൻ ഡീൽ ചെയ്തോളൂ. എൻ്റെ ഉമ്മ നിങ്ങളെ സമ്മതിച്ചിട്ടോ ഞാൻ. ആ മതി സമ്മതിച്ച്. അയാളവിടെ കാത്തിക്കുന്നുണ്ടാവും. ഇനി വേഗം പോയിട്ട് പെണ്ണ് കാണാൻ നോക്ക്. One week later. ഇതാണ് ജമീല, നമ്മുടെ കല്യാണത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. പോടാടുന്ന് മോള് വാ.
days later. ജമീല, അല്ല, ആരാ ഇത്? ജമാൽക്കോ? നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങളിത് പണിയാ കാണിച്ചേ. ഞാൻ അറിയാണ്ട് സമീറോളെ നിക്കാഹ് കഴിച്ചിട്ടില്ലേ? ഓ അതാണോ? നിങ്ങളെ മാത്രമല്ല ആരെയും വിളിച്ചിട്ടില്ല. പെട്ടെന്നുള്ള നിക്കാഹിനു ഓല് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് നിക്കാവും കഴിച്ച്. ഓളെ കാണിച്ചത് ഞാനല്ലേ? അപ്പോൾ ആർക്കാ കമ്മീഷൻ തരണ്ടേ? എനിക്ക് കമ്മീഷൻ തരണ്ടേ? ഓൻ്റെ വണ്ടിമേൽ ഓൻ്റെ പൈസക്ക് ഓൻ പെട്രോൾ അടിച്ച് ഓൻ പോയി പെണ്ണുണ്ട്. അതിൻ്റെ വൈകിൽ നിങ്ങൾ കയറി കുത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് കമ്മീഷൻ തരാനാ? എന്ത് വർത്താനാ പറയുന്നേ? ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പെണ്ണുണ്ട് എന്ന് ഓനെ അറിഞ്ഞത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഓലേണേനെയും പഠിച്ചോൻ സൃഷ്ടിക്കൂ. അത് നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ ഓലേതെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്നെങ്കിലും ഓല് നമുക്ക് കണ്ടുമുട്ടൂ. അപ്പം എൻ്റെ കമ്മീഷൻ? എൻ്റെ കല്യാണത്തിന് പോലും കമ്മീഷൻ കൊടുക്കാൻ എൻ്റെ ഉപ്പാൻ ഈ ജമീല സമ്മതിച്ചിട്ടില്ല. അങ്ങനത്തെ അല്ലേ എൻ്റെ മോൻ്റെ. അങ്ങനത്തെ എന്നോടും കമ്മീഷൻ വാങ്ങാൻ വന്നിക്ക് ഒന്ന് പോട് ചങ്ങായിയായിരുന്നു.